എന്നിട്ട് അടുത്ത ദിവസം ഊയിനും ഗീജനും വിളിച്ചോണ്ട് പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് അവനാണ് ഇവളുടെ കൂടെ സംസാരിക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവളൊരു ഭാഗത്തും അവനൊരു ഭാഗത്തുമായിരിക്കും. അതുകൊണ്ട് അവനും നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ ഊയെന്ന് പറഞ്ഞ് ഇവളുടെ ഒപ്പം തന്നെ വന്നോണ്ടിരിക്കും. ഇതേ സമയം ഇവന്റെ പുറകെ നടക്കുന്ന മറ്റു ഏറിയമിനെ കാണിക്കുക. ഇവളുടെ ഫ്രണ്ട്സ് ആണ് അന്ന് ഊയിനെ റാഗ് ചെയ്ത ആ 3 പെങ്കൊച്ചുങ്ങള്. അങ്ങനെ ഏറിയമ ഈ റാഗിങ് ടീമിന്റെ ലീഡർ എന്നും വേണം പറയാം. പക്ഷെ അവളിപ്പോ ഗീജോന്റെ പുറകെ പോകുന്നുണ്ട്. അവളായിട്ട് റാഗിങ് ഒന്നും ചെയ്യത്തില്ല. ഇതേ സമയം ഊയിനും കുറെ സ്ഥലത്ത് ഇവനെ വിളിച്ചോണ്ടുപോയിട്ട് ഇനി ഇവൻ എവിടൊക്കെ പോകാനാ താല്പര്യം പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇത് കേട്ട് അവന് ഷോക്കായിട്ട് അതെന്തിന് ഞാൻ പറയണം, ഇന്ന് നീയാ എന്നെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ, അതുകൊണ്ട് നീ വേണം എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ. ഒരുപക്ഷെ നീ എന്റെ ഇഷ്ടം ചോദിച്ചു മനസ്സിലാക്കാനുള്ള അർത്ഥം ഇത് നമ്മൾ തമ്മിൽ നടക്കുന്ന ഡേറ്റ് ആണോ, എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മോളെ എന്നിന് ഇവനും ചോദിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് ആർക്ക് വേണം നിന്റെ കൂടെ ഡേറ്റ് ചെയ്യാൻ എന്നിന് ഇവള് പറഞ്ഞ അടുത്ത സെക്കൻഡ് അവനാണ് ഇങ്ങനത്തെ വാക്കൊന്നും എന്നോട് പറയല്ലേ, ആർക്ക് വേണം നീ ഇങ്ങനെയൊക്കെ പറയാണ്, പിന്നെ ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാ നീ എന്റെ കൂടെ ഡേറ്റ് ചെയ്യാത്തേന്ന്, അതുകൊണ്ട് ചുമ്മാ എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ, എന്റെ ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്നിന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഏറിയമിന്റെ ഫ്രണ്ട്സ് ആണ് കറക്റ്റ് ഇവരുള്ള സ്ഥലത്ത് തന്നെ വരും. അതോടെ ഊയും മൊത്തത്തിൽ പേടിച്ചിട്ട് നമുക്കിവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ നോക്കുമ്പം ഇത് മനസ്സിലാക്കി അവനാണ് എവിടെ പോന്നു ഇവിടെ ഇരി, അന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നീ മറന്നു, ഒരു തെറ്റും ചെയ്യാതെ നീ എന്തിനെ പേടിച്ചോടാൻ നോക്കുന്നത്, അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ച് നീ ഒന്നും ആലോചിച്ച് വിഷമിക്കുന്നില്ല എന്നിന് ഇവന് ചോദിക്കുമ്പം അവൾ അന്നത്തെ ദിവസം അവരോടൊക്കെ തിരിച്ച് ദേഷ്യപ്പെടണമെന്ന് അവൾ ആലോചിച്ചായിരുന്നു പറയും. പക്ഷെ അത് അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പം ഇവനാണ് എങ്കിൽ പിന്നെ ഇതാ പെർഫെക്റ്റ് സമയം എന്ന് പറഞ്ഞ് മുമ്പത്തെ പോലെ ചുമ്മാ പേടിച്ചിരിക്കാതെ ഇപ്പൊ ഇവളെ ചെന്ന് അവരോട് സംസാരിക്കാൻ പറയും. അതോടെ അവൻ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഇവൾ വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുമാരാണ് ഇവളെ കണ്ടിട്ട് അയ്യോ നമ്മളെപ്പോഴും വാഷ്റൂമിൽ വെച്ചാണല്ലോ മീറ്റ് ചെയ്യുന്നത്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ത് ഇങ്ങനെ ആയിപ്പോയെ, കുഴപ്പമില്ല ഈ തവണ നിനക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് മേക്കപ്പ് ചെയ്തുതരാം, കഴിഞ്ഞ തവണ കുറച്ച് ബോറായിപ്പോയി അല്ലേ എന്നിട്ട് ഇവളുമാരൊക്കെ ഇങ്ങനെ കളിയാക്കിച്ചിരിക്കുമ്പം ഊയനാണ് മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് അവളുമാരും ദേഷ്യത്തി ഇവളും മൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, നിനക്കെന്താ വട്ടായോടി അല്ലേ ചെവിയാക്കത്ത പൊട്ടിയാണ് നീ എന്നിന് അവളായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഈ തവണ ഊയിൻ അവൻ പറഞ്ഞായിട്ട് ഇവരുടെയൊക്കെ കൂടെ ഐ കോണ്ടാക്ട് ചെയ്യും. അതോടെ മറ്റുള്ളവന്മാരാണ് ചൂടായിട്ട് എന്തോടി നീ നോക്കി പേടിപ്പിക്കുന്ന, നിനക്കിപ്പോ അത്രയ്ക്കൊക്കെ ധൈര്യമായ എന്ന് ഇവളുമാരും ചോദിക്കുമ്പം ഇത് കേട്ട് ഊയിനും പേടിക്കാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരിക്കലും ജീവിക്കല്, എന്തൊരു മോശമായിട്ടുള്ള ജീവിതം ഇതൊക്കെ എന്നിന് അവളും പറഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുമാര് ദേഷ്യത്തെ അടിക്കാൻ വേണ്ടി വരും. അപ്പൊ ഗീജനാണ് അവളുമാരൊന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെ വിളിച്ചോണ്ട് മാസമായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഊയനാണ് സന്തോഷത്തി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവന് താങ്ക്സ് പറയും. അപ്പനാണ് അവനും പിന്നല്ലാതെ ഇനി ഇതേപോലെ നീ നിന്നോട് സംസാരിക്കുന്നവരോടൊക്കെ എതിർത്തിരിക്കണം, കുറച്ച് ചീത്ത വിളിക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം, പക്ഷെ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സമയത്ത് മാത്രം യൂസ് ചെയ്താൽ മതി എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുമ്പം ഇവളാണ് അവനെ കണ്ടത് ഇങ്ങനെ സന്തോഷപ്പെട്ടിരിക്കും. എന്നിട്ട് ഊയനും അടുത്ത ഡ്രോയിങ് ക്ലബിന്റെ മീറ്റിംഗിലേക്ക് ചെല്ലുമ്പോഴാണ് അവരൊക്കെ ഇന്ന് വേറൊരു വെറൈറ്റി കോസ്റ്റ്യൂം എന്നേക്കും. അപ്പോഴാണ് ഊയനും ഗീജോൻ വരച്ച പടമൊക്കെ നോക്കിയിട്ട് ഇത് പൊളിയാന്ന് പറയുമ്പം അവൻ ഇവളുടെ പടം കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ അന്നത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇന്നെന്നറിഞ്ഞ് ഇവര് സന്തോഷത്തെ അതെല്ലാം കാണും. അപ്പോഴാണ് സുൻഹോയും ആ വാങ്ങിച്ചെന്ന ബുക്കൊക്കെ ഇവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പം അവള് സന്തോഷത്തി അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഗീജോനാണ് ഇവളുടെ സൗന്ദര്യത്തിൽ അവ മൊത്തത്തിൽ വീണും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ കുറെ സ്നാക്സ് വാങ്ങിച്ച് കഴിക്കുമ്പോഴാണ് ഗീജോൻ ഈ സ്നാക്സ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവന് വയറിളക്കം വരും പറയും. പക്ഷെ അപ്പോഴാണ് ഇവന്റെ അടുത്തിരുന്ന് ഊയിനത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. അവന് മൊത്തത്തിൽ കൊതിയായി അവളെ കണ്ടോണ്ട് തന്നെ അത് ഫുൾ അടിച്ചുവരി കഴിക്കും. അപ്പോഴാണ് അവന്റെ ചേച്ചിയും എല്ലാരും കൂടെ കൊടുത്തിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പം ഇവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും. അപ്പോഴാണ് ബാക്കി എല്ലാരും കൂടെ അതാരെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിക്കുമ്പം സുൻഹയും കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവനൊരു ഫോൺ കോൾ വരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഊയിനും അവനെ തന്നെ നോക്കുന്നുണ്ട്. ഇവിടെ ഗീജോൻ അപ്സെറ്റ് ആകും. അതിനേശം ഇവിടെ സുൻഹു പുറത്തുനിന്ന് ഫോൺ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റവളാണ് പുറകെ വന്ന് ഇവന് പേടിപ്പിക്കാൻ നോക്കും. അതോടെ അവനും പേടിച്ച് ഇവളെ തള്ളി വിട്ടോടനെ അവളെ ഒരു പെങ്കൊച്ചായിട്ട് എന്നെ കണ്ടില്ലെങ്കിലും ഞാനൊരു പെങ്കൊച്ചാടാന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ സ്ഥലം വിട്ടങ്ങ് പോകും. അങ്ങനെ അതിനേശം സുൻഹോയാണ് അവന് കോളേജ് കുറച്ച് പ്രോജക്റ്റിന്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം ബായ് പറഞ്ഞ് നേരത്തെ ചെല്ലുമ്പം ഊയിനാണ് കുറച്ച് വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പടമൊക്കെ വരച്ചിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഗീജോന്റെ ചേച്ചിയും അവൾ വീട്ടിൽ പോകുന്ന മുമ്പേ സുൻഹയെ ചെന്ന് കോളേജ് കാണാൻ പോകാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഊയിനത് കണ്ട് അപ്സെറ്റ് ആയിരിക്കുന്ന ഗീജോനെല്ലാം പുറയുന്ന കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ഗീറിനും സുൻഹയെ കാണാൻ വന്ന് അവനില്ലാത്തതുകൊണ്ട് അവൾ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇവൾക്ക് ആ മെസ്സേജ് ഒന്നൊക്കെ ആലോചിച്ച് നോക്കും. ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരുത്തൻ ഇവളെ പ്രപ്പോസ് ചെയ്തതാണെന്ന്. അങ്ങനെ അതാലോചിച്ചിട്ട് അവനും ഞാൻ നിന്നെ എപ്പോഴും ഒരു പെങ്കൊച്ചായിട്ടാ കണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഉറങ്ങുമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ അതേസമയം ഇവൾ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന. എന്നിട്ട് ഇവിടെ ഊയനും രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നുണ്ട്. ഗീജോൻ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ പുറകെ ചെല്ലുമ്പോഴാണ് അവളാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവൻ എന്തിനാ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവനും പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറ നിനക്ക് ആ സുൻഹയോട് ഒരു ഇഷ്ടമില്ല എന്നിന് ഇവൻ ചോദിച്ചിട്ട് അവളാണ് മൊത്തത്തിൽ സൈലന്റ് ആയി പോകും. അപ്പനാണ് അത് മനസ്സിലാക്കിയിട്ട് അവനും അപ്പൊ നിനക്ക് അവന് ഇഷ്ടം എന്നിന് അവന് സങ്കടത്തിൽ അവിടെ നിന്ന് പോയിട്ട് എന്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അവൻ തന്നെ സംസാരിച്ചോണ്ടേ പോകും. അതേസമയം വീട്ടിൽ വന്നിട്ട് ഊയനാണ് അവൻ എങ്ങനെ ഈ കാര്യം കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞ് ഇവളോട് മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പനാണ് ഇവളുടെ സ്വപ്നത്തിൽ വരുന്ന ഇവളും ആ ഗീജോൻ ചോദിച്ചപ്പോ
സുൻഹോ ഇഷ്ടമാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കാത്ത എന്താന്ന് ചോദിക്കും. അതിനേശം ഇവളോട് തന്നെ ഇവള് സുൻഹോ സ്നേഹിക്കുന്ന കാര്യം സുൻഹോ അറിയുന്ന ഇവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം ഊയിനാണ് പേടിച്ചിട്ട് ഒരിക്കലില്ല, കാരണം എന്റെ ഇഷ്ടം മനസ്സിലാക്കിയ അവൻ എന്നെ അപ്പത്തന്നെ റിജക്ട് ചെയ്യുന്ന എനിക്കറിയാം. എന്നിട്ട് അവള് തന്നെ സംസാരിച്ചിട്ട് അടുത്ത ദിവസം ഈ കാര്യമൊക്കെ അവളുടെ ഫ്രണ്ട്സിനോട് ചെന്ന് പറയും. അപ്പോഴാണ് അവരാണ് കൂളായിട്ട് ഊയൻ നിനക്കാ സുൻഹോ ഇഷ്ടമാണെന്ന് അവനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും. ഇത് ഷോക്കാവൻ എന്തോ ഉള്ള, നീ എല്ലാ സമയത്തും ആ സുൻഹയെ തന്നെ വായി നോക്കുന്ന അവൻ കണ്ടു കാണും. എന്നിട്ട് ഇവളുടെ ഒരു കൂട്ടുകാർ പറയുമ്പോൾ മറ്റേവളാണ് എങ്കിൽ പിന്നെ ഗീജോൻ ഇന്നലെ എങ്ങനെ ഇവളോട് സംസാരിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഊയിൻ ആലോചിച്ച് നോക്കിയിട്ട് അവൻ കുറച്ച് ദേഷ്യത്തിൽ എന്നോട് ചോദിച്ച എനിക്ക് അവനോട് ഇഷ്ടമുണ്ടോന്ന്. എന്നിട്ട് ഇവളും പറയുമ്പം ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ അവൻ ആ ദേഷ്യപ്പെടാനുള്ള കാരണം അവന്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ സുൻഹോ, നീ അവനെ വായി നോക്കുവാന്ന് പറഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം വരത്തില്ലേ. എന്നിട്ട് ഇവളുടെ കൂട്ടുകാരി മിറയും പറയുമ്പം മറ്റേ സെറയാണ് ചിലപ്പോ അവൻ ഇവളോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അവൻ ദേഷ്യപ്പെട്ട് പോയെന്നറിയും. അതിനെ ഷൂയിൻ എങ്ങനെയൊക്കെ ഈ പ്രശ്നം സോൾവ് ആക്കണം എന്നറിഞ്ഞ് അപ്പത്തന്നെ ഗീജോനെ വിളിച്ച് ഇവള് പറയും ഇവൾക്ക് സുൻഹോനോട് ഇഷ്ടമൊന്നുമില്ലെന്ന്. പക്ഷെ ഇവള് പറയുന്ന പച്ച കള്ളമെന്ന് അവന് മനസ്സിലായി. പക്ഷെ എന്നാലും ഇവള് പറയുന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ ഇവന് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് പേടിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടെന്നോ, ഇല്ലല്ലോ, നീ ആരുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട അതോർത്ത് ഞാൻ എന്തിനാ വിഷമിക്കുന്നത് എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും അപ്പൊ ഇന്നലെ വിഷമിച്ചിട്ടാണോ പോയെന്ന് ചോദിക്കും. അതോടെ ഗീജോനെ മൊത്തത്തിൽ പെട്ടുപോയിട്ട് അവൻ മറ്റേ സ്നാക്സ് കഴിച്ച് വയറാൾക്കായതുകൊണ്ട അവൻ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ചിട്ട് പോയെന്നറിയും. അതിനേശം അവനും ഈ ആഴ്ച അവൻ ഡ്രോയിങ് ക്ലബ്ബിൽ വരത്തില്ലെന്ന് പറഞ്ഞ് അവന് മോഡലിംഗ് പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനേശം പുറത്തേക്ക് വന്നിട്ട് ഇവനാണ് ഇവള് കള്ളം പറയും ഇപ്പൊ കുറച്ച് പഠിച്ചെന്ന് പറഞ്ഞ് അവൻ മനസ്സിലാക്കും ഇവൾ സുൻഹോ ഇഷ്ടമല്ലെന്ന് ചുമ്മാ ഇവനോട് തള്ളിയതാണെന്ന്. അതേസമയം അകത്തിരുന്ന അവളും ഇവൻ വിഷമിച്ചില്ലെന്ന് പറഞ്ഞതും കള്ളമെന്ന് അവൾക്കും മനസ്സിലാവും. അപ്പോഴാണ് ഇവളുടെ ഇമാജിനറി അവളും അവൻ വിഷമിച്ചാലില്ലെങ്കിലും ഇപ്പൊ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ആയി പറഞ്ഞ് ഇനി പഴയതുപോലെ സുൻഹോയെ വൺ സൈഡ് ആയിട്ട് വായി നോക്കാൻ വേണ്ടി പറയും. അതിനേശോട് സുൻഹോയും ഗീറനും കൂടെ അവരുടെ ജൂനിയർ സൈഡൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു ജൂനിയർ പയ്യനാണ് ഇവളുടെ ജൂനിയർ ആകാനല്ല അവന് താല്പര്യം, അവളുടെ കൂടെ കുറെ ക്ലോസ് ആകാനാന്ന് പറയും. അങ്ങനെ അവന്റെ ഇഷ്ടം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് ഗീറിനും ഇവളുടെ ജീവിതത്തിൽ ഫ്രണ്ട്സിനൊക്കെ വാല്യൂ ഉള്ളെന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പോഴൊന്നും ഈ ബന്ധം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സുൻഹയാണ് കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്നിട്ട് ഇവരും കോളേജിൽ നിന്ന് വീട്ടിലെ ചെല്ലുമ്പോഴാണ് അതേസമയം ഗീറിനും ഇന്നലെ ഇവൻ പറഞ്ഞേ കേട്ടോണ്ട് അവന്റെ കൂടെ ഫ്രണ്ടാന്ന് കുറെ ഇങ്ങനെ അവൾ എടുത്ത് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവനും ഇവൾക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അവളും ബായ് ബായ് മൈ സുൻഹോ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവൾ ആ കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവൾ ഇവന്റെ കൂടെ ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കാൻ ആലോചിക്കുക. എന്നിട്ട് അന്ന് രാത്രി ഡ്രോയിങ് ക്ലബ്ബിൽ ഉള്ളവരൊക്കെ അടുത്ത് നമ്മൾ എങ്ങനത്തെ കോസ്റ്റ്യൂം ഇടണം എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാരും ഇതുവരെ നമ്മുടെ ബേബി ബ്ലൂ ഊയിനൊന്ന് സെലക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവളൊരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവളാണ് പേടിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്യാനോ എന്നിന് അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് അവൾ ഐഡിയ ചോദിക്കാൻ വേണ്ടി ഗീജനെ ഫോൺ ചെയ്യും. അപ്പോഴാണ് അവന് സന്തോഷത്തിൽ എനിക്കൊരു കോൾ വന്നളിയാന്ന് പറഞ്ഞ് അവനും ഫ്രണ്ട്സിനോടൊക്കെ ഷോ കാണിച്ചിട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവള് സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവള് ടെൻഷനായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും കൂളായിട്ട് എന്റെ പൊന്നെ ഇതിനൊക്കെ ടെൻഷനാകോ, നിന്നെന്തുവാ ഫിനാലയുടെ കപ്പ് കൊടുക്കാനാണോ പറഞ്ഞത്, അല്ലെ ഫാഷൻ ഷോയിൽ നിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചോ, നിനക്ക് ഇഷ്ടമുള്ള എന്തുവാണെങ്കിലും നീ ടോപ്പിക്കായിട്ട് എടുത്തോ, വേണം എക്സാമ്പിളിന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇടാൻ വേണ്ടി പറ എന്നിന് ഇവനും പറഞ്ഞു കൊടുക്കുമ്പോൾ അവളാണ് സന്തോഷത്തിൽ ഇവൻ്റെ അടുത്ത് സംസാരിച്ചാലേ അവൾക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ ഇവനെ വിളിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അതും പറഞ്ഞിട്ട് അവള് അന്ന് നടന്നതിനെ കുറിച്ച് ഇപ്പൊ ഇവന് ദേഷ്യം ഉണ്ടോ ചോദിക്കുമ്പോൾ അവനും സതി നിനക്ക് സുൻഹോട് ഇഷ്ടമൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കും. അപ്പോഴാണ് രണ്ടുപേര് വീണ്ടും പഴയതുപോലെ തന്നെ കള്ളം പറയുന്നത്. അതിനെ ശിവൻ ഫോണിൽ സംസാരിച്ച് കേട്ട അവന്റെ കൂട്ടുകാരന്മാരാണ് എന്റെ അളിയാ സുൻഹു ആരാടാ പ്രേമിക്കുന്നത്, നീ പറഞ്ഞ മറ്റേ ഊയിനാണോ എന്ന് ഇവന്മാരും ചോദിക്കുമ്പോൾ ഗീജനാണ് ഓർത്ത് നോക്കും അവൾ ഈ കാര്യം പുറത്തങ്ങ് ആരും അറിയണ്ടെന്ന് വിചാരിച്ചെന്ന്. അതുകൊണ്ട് അവൻ ആ കാര്യം പറയാതെ ഇവന്റെ ചേച്ചിക്ക് സുൻഹു ഇഷ്ടം എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്മാർ വിശ്വസിച്ചിട്ട് അത് പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, പക്ഷെ അതിനെ കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കുന്നത് എന്ന് ഇവന്മാര് അത് വേറെ രീതി തെറ്റാക്കി മനസ്സിലാക്കും. അതായത് ഗീജോൻ സുൻഹുയെ പ്രേമിക്കുന്നുണ്ട് അവന്റെ ചേച്ചി ഓർത്ത് ഇവൻ അസൂയപ്പെടുവാണെന്ന്. അപ്പോഴാണ് ഇവന്മാരുടെ മണ്ടത്തരം കേട്ട് ഗീജനാണ് എന്റെ അളിയന്മാരെ ഞാൻ അങ്ങനത്തെ ആളൊന്നുമില്ല എന്നെ വിശ്വസിക്കടാ എന്നിന് ഇവൻ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ അവന്മാരാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ പ്ലീസ് എന്നിന് അവന്മാർ രക്ഷോട്ടം കൂടി പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഊയിനാണ് അവൾ സെലക്ട് ചെയ്ത ടോപ്പിക് വേറെ ഒന്നുമില്ല, ഇതുവരെ ഇവര് ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കോസ്റ്റ്യൂമാണ് അവൾ ഇന്ന് ഇട്ടോണ്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാരും കൂടെ വെറൈറ്റി കോസ്റ്റ്യൂം വരുമ്പം അതേസമയം ഹൂയിൻ എപ്പോഴത്തെയും പോലെയും നോർമലായിട്ടായിരിക്കും വന്നേക്കുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാരും കൂടെ ടോപ്പിക് പറഞ്ഞ നീ മാത്രം ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ഇവർ കുറെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കാണിക്കും. പക്ഷെ അതേസമയം അവളാണ് അത് ഓരോന്ന് ഇട്ട് നോക്കിയിട്ട് അവൾക്ക് ഇത് ചേരുമെന്ന് തോന്നില്ലെന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടെ അതുകൊണ്ടല്ല ഇടാത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവള് പേടിക്കാതെ ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇതേ സമയം ഇവിടെ ഗീജോനാണ് അവൻ മറ്റേ മോഡലിന് പോയതുകൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ അവൻ ഏറിയുമായിട്ട് അടുത്തേക്ക് ഇഷ്ടമല്ലാതെ കുറച്ച് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവര് ഗ്രൂപ്പിൽ ഓരോരുത്തരും ഫോട്ടോസ് ഇടുന്ന ഇവൻ കണ്ടിട്ട് ഇന്ന് ഊയിൻ മൊത്തത്തിൽ വെറൈറ്റി ലുക്കിലാന്ന് അവൻ മനസ്സിലാക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവളെ കാണണമെന്ന് പറഞ്ഞിട്ട് അവളുടെ
ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരാണ് അടുത്തിരുന്നോണ്ട് എന്റെ അളിയ നിന്റെ ചേച്ചി പ്രേമിക്കുന്ന അതേ പയ്യനെ നീ പ്രേമിക്കുന്നു, ഇതൊക്കെ എങ്ങനെ തോന്നുന്നു നിനക്ക് എന്തായാലും ചാൻസ് കിട്ടും തോന്നില്ല, കാരണം അവർ രണ്ടുപേരും പണ്ട് തൊട്ടേ ഭയങ്കര ക്ലോസാ എന്ന് ഇവന്മാരും വിഷയം മനസ്സിലാക്കാതെ ഇവനായിട്ട് ശല്യപ്പെടുത്തുമ്പോൾ അവനാണ് ഇവന്മാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവന്മാര് പെട്ടെന്ന് എന്തുവാണോന്ന് മൈൻഡ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോ നിന്റെ പ്രൊപ്പോസൽ അവൻ റിജക്ട് ചെയ്തോ എന്ന് ഇവന്മാർ രണ്ട് ചോദിക്കുമ്പോൾ അവനാണ് ദേഷ്യത്തി ഒന്ന് മിണ്ടാരാടാ, എടാ ഞാനിന്ന് ഗേ അല്ലടാ, ഇതൊക്കെ നിനക്ക് തമാശയായിട്ട് വന്നു എന്ന് ഇവന്മാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഏറിയുമ്പോ വന്നിട്ട് ഇവളയച്ച ഫോട്ടോസ് എന്താ ഇവൻ കണ്ടിട്ട് റിപ്ലൈ തരാത്തും ചെയ്യിക്കും. അപ്പോഴാണ് ഗീജോങ്ങും നീ എന്തിനാ നീ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചിരുന്നത്, മര്യാദക്ക് ഇതോടെ നിർത്തിക്കോ ഏതിന് അവനും പറയുമ്പോൾ അവളാണ് ഇവളുടെ അടുത്ത ഫോട്ടോ നല്ലോണം ഇരിക്കണോ അല്ലെന്ന് അറിയാൻ വേണ്ടി അവനോട് അയച്ചെന്ന് പറയും. അപ്പോഴാണ് അവനത് ഇഷ്ടപ്പെടാതെ അത് സ്വന്തമായിട്ട് കണ്ണാടി നോക്കി അവൻ അറിഞ്ഞിട്ട് അവളെ അങ്ങ് മിണ്ടാതാക്കും. എന്നിട്ട് ഇവനും ഇവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പെട്ടെന്ന് ഈ മോഡലിംഗ് ഒക്കെ ചെയ്തു തീർക്കണം എന്നറിഞ്ഞ് അവൻ അപ്പം തന്നെ അവളുടെ കൂടെ കുറെ പോസൊക്കെ ചെയ്തിട്ട് അവൻ നേരെ ഊയിനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവൻ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഓടി അവിടെ ചെല്ലുമ്പോഴാണ് ഊയനാണ് ഇവനെ കണ്ട് ഷോക്കായിട്ട് ഇവൻ പാർട്ട് ടൈം ജോബിന് പോവാന്നല്ല പറഞ്ഞെന്ന് അവനോട് ഇപ്പൊ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ ലുക്ക് മൊത്തത്തിൽ വീണുമായിട്ട് ഇതെന്തൊരു ഔട്ട്ഫിറ്റ് അതൊക്കെ, നിന്റെ ടോപ്പിക് കൊള്ളാം എന്ന് ഇവൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സുൻഹയാണ് വരും. അതോടെ ഇവനും ജലസായിട്ട് ഇവൻ എന്തിനിപ്പൊ താഴേക്ക് ഇറങ്ങിയിരുന്നത് എന്ന് അവനും ജലസായി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഊയും പോലത്തെ സെയിം ഡ്രസ്സായിരിക്കും സുൻഹയും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ മാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീജനും നമുക്കാദ്യം പടം വരയ്ക്കാൻ പോകാൻ പറഞ്ഞ് ഊയിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതൊക്കെ കണ്ട് സുൻഹയ്ക്ക് ചിരിയരുത്തേ ഉള്ളു, കാരണം അവന് ഇവർ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതേസമയം അവിടേക്ക് വരുന്ന ഗീറിനും എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് അവളുടെ കോസ്റ്റ്യൂം കാണിക്കുമ്പോൾ അവനാണ് സൗന്ദര്യത്തിൽ മൊത്തത്തിൽ വീണുപോയാലും ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ഇവന്റെ ഷർട്ട് ഊരി കൊടുത്ത് അവളുടെ കാല് മറച്ചോളം പറയും. അതേസമയം അവളാണ് ഇത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ അകത്തേക്ക് കയറി ഇവന്റെ അടുത്ത് ആ ഷർട്ട് അങ്ങ് തിരിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരിൽ ഇരിക്കാൻ പോകുമ്പോഴാണ് ഗീജൻ ഓടിച്ചെന്ന് സുൻഹയുടെ അടുത്തേക്ക് ചെന്നങ്ങ് ഇരിക്കും, കാരണം ആ സ്ഥലത്ത് ഊയൻ ഇരിക്കാൻ നോക്കിയതാ. എന്നിട്ട് ഇവർ ഓരോരുത്തരും പോസ് ചെയ്യുമ്പോഴാണ് ഊയൻ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ സുൻഹയാണ് അടിപൊളി എന്നൊക്കെ പറയും. പക്ഷെ ഗീജനാണ് ഫോക്കസ് ഒക്കെ പോവാന്ന് പറഞ്ഞ് അവൻ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇവരെല്ലാം കൂടെ പടം വരച്ച് തീർക്കുമ്പോഴാണ് ഊയൻ മാത്രം അവൾ വരച്ച പടം കാണിക്കത്തില്ല. അപ്പോഴാണ് സുൻഹ അടുത്തേക്ക് വന്നിട്ട് അതെങ്ങനെ ഇരിക്കട്ടെ ഞങ്ങളും നോക്കട്ടെ എന്ന് അവൻ അടുത്തേക്കൊന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീജനാണ് ഇത് വാങ്ങിച്ചിട്ട് അവനാണെ കണ്ട് പൊട്ടി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ ചേച്ചി പുറയെന്ന് അടിച്ചിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കളിയാക്കാറാ മണ്ടാന്നറിഞ്ഞ് ഇവനായിട്ട് കുറെ പാഠം പഠിപ്പിക്കും. അതേസമയം ഊയനാണ് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴാണ് ബ്ലാക്ക് ഫിംഗർ ആണ് അവിടേക്ക് വന്നിട്ട് ഇവളെ അഡ്വൈസ് ചെയ്യും, വരപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കണ്ട, ആരായാലും സ്റ്റാർട്ടിങ് മോശമായിട്ട് വരയ്ക്കത്തോളം നിറഞ്ഞ് ഇവളുടെ കോൺഫിഡൻസ് ഉയർത്തി കൊടുക്കും. അതിനുശേഷം അവരെല്ലാരും കൂടെ ഊയിന്റെ ഡ്രോയിങ് കണ്ടിട്ട് ഇവൾക്ക് നല്ല ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഇട്ടേക്കുന്ന ലൈനൊക്കെ പൊളിയാന്ന് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ എല്ലാരും കൂടെ പൊക്കി പറയുമ്പോഴാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഗീജനാണ് ഗായ്സ് നിങ്ങളുടെ കണ്ണൊക്കെ അടിച്ചു പോയോ, എടെ പാവത്തിന് ഇങ്ങനെ പറ്റിക്കില്ലേ, ഇതൊക്കെ ഒരു പടമാണോ എന്നിന് അവന് സത്യം പറയുമ്പോൾ അവന്റെ ചേച്ചിയാണ് അടിച്ചിട്ട് അവനെ മിണ്ടാതിരിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഊയിന് അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് എല്ലാരും വരയ്ക്കാൻ പാടുപെടും, കൂടാതെ നിന്നെക്കാളും ഞങ്ങളൊക്കെ മോശമായിരുന്നു പറഞ്ഞിട്ട് അവരൊക്കെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് ഊയനാണ് അന്ന് ഇവളുടെ പടം ഇവരൊക്കെ വരച്ചപ്പോ അവൾ അങ്ങനെ മോശമായിട്ട് വിചാരിച്ചൊക്കെ ഇപ്പൊ തെറ്റാന്ന് മനസ്സിലാക്കും, കാരണം എല്ലാരും ട്രൈ ചെയ്താ വരച്ചു നോക്കുന്നത്, അതുകൊണ്ട് അവരുടെ എഫോർട്ടിനെ അങ്ങനെ കളിയാക്കി ചിരിക്കില്ലെന്ന് ഇവൾക്കിപ്പോ മനസ്സിലായി തുടങ്ങും. അതിനേശം ഇവരും എങ്കിൽ പിന്നെ പോകുന്ന മുമ്പേ കപ്പിൾസിന്റെ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ സുൻഹയും ഊയനും കൂടെ ഒരേ മാച്ച് ആയതുകൊണ്ട് രണ്ടുപേരും കപ്പിളായിട്ട് നിൽക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഗീജനാണ് അസൂയപ്പെട്ടിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കപ്പിൾ ഫോട്ടോ നിൽക്കാൻ പോന്നു എന്നിന് അവൻ പെട്ടെന്ന് ഊയനെ തടഞ്ഞു നിർത്തി സുൻഹയ്ക്ക് പകരം ഞാൻ നിന്റെ കൂടെ പോസ് നിൽക്കാന്ന് പറഞ്ഞ് അവന്റെ നിന്ന് വാങ്ങിച്ചിട്ട് നിൽക്കും. ഇതേസമയം ഊയനാണ് കിട്ടിയ ഒരു ചാൻസും പോയെന്ന് പറഞ്ഞ് അവൾക്ക് നല്ല സങ്കടമാകും. അതേസമയം ഗീജനോട് ദേഷ്യവും. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഊയനെ ചുമ്മാ നോക്കി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ പോസ് കൊടുക്കാൻ പറയുമ്പോൾ അവളാണ് സുൻഹയെ തന്നെ നോക്കി ഇങ്ങനെ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഗീജനും പെട്ടെന്ന് അവളുടെ കണ്ണ് മറച്ചിട്ട് ഇതാ ഞങ്ങളുടെ പോസ് എന്ന് പറഞ്ഞ് അവരൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയും. എന്നിട്ട് പടമൊക്കെ വരച്ചതിന് ശേഷം ഊയനാണ് അപ്സെറ്റ് ആയിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇത് കണ്ട് ഗീജനും അവളുടെ പുറകെ ചെന്നിട്ട് ഇവൾ സുൻഹയുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത ദേഷ്യത്തിലാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ ഇവനോട് നീ എന്തിനെന്ന് ഇവിടെ കൊന്ന്, നീ ഇന്ന് വരത്തില്ലെന്നല്ല പറഞ്ഞു, കൂടാതെ ഞാൻ നിന്നോട് സുൻഹ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ്, പക്ഷെ നിനക്ക് എന്നോട് വിശ്വാസമില്ലാത്തോണ്ട് നീ എന്നെ നോക്കാൻ വേണ്ടി വന്നേക്കുമെന്ന്. എനിക്കറിയാം ഞാൻ സുൻഹയെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് നല്ല ദേഷ്യമാണെന്ന്, കാരണം നിന്റെ ചേച്ചി സ്നേഹിക്കുന്ന അതേ പയ്യനല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷെ നീ വിചാരിക്കുന്നുണ്ടോ അവർ തമ്മിൽ ഞാൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന്, കാരണം എനിക്ക് തന്നെ അറിയാം അവരുടെ ഒരു പെർഫെക്റ്റ് കപ്പിളാണ്, അതിന്റെ ഇടയിൽ കടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഞാനൊന്നും മണ്ടിയല്ല, അതുകൊണ്ട് നിന്റെ ചേച്ചിയുടെ പ്രണയം ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നീ എന്റെ പുറകെ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമ്മതിച്ച് എനിക്ക് സുൻഹയെ ഇഷ്ടം, പക്ഷെ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണ്ട, അത് നിനക്കെന്താ പ്രശ്നം എന്നിന് അവളും കരഞ്ഞോണ്ട് അവിടെ നോക്കുമ്പോൾ ഇത് കേട്ട് ഇവനാണ് ഇവിടെ മൊത്തത്തിൽ തകർന്നുമായിരിക്കും, കാരണം ഇവൻ ഇവൾ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവളുടെ പുറകെ വരുന്നതെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായില്ല. അതിനുശേഷം അന്ന് രാത്രി ഇവ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഗീജോനും അവളോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ് ഇവളെ പുറത്തേക്ക് ലൈബ്രറിയിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവന് വേണ്ടി ലൈബ്രറി
രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറെ സമയമായിട്ട് ഊയം വരത്തില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഇവളുടെ അടുത്തേക്ക് സുൻഹ വന്നിട്ട് ഗീജൻ വയ്യാതെ അങ്ങാണ്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്, ഇവളുടെ കൂടെ ലൈബ്രറിയിലേക്ക് പോകാൻ അവനെ വിളിച്ചു പറഞ്ഞെന്ന് പറയും. അത് കേട്ട് അവള് ഷോക്കായിരിക്കുമ്പം ഗീജനാണ് പെട്ടെന്ന് സുൻഹയെ ഫോൺ വിളിക്കും. അപ്പോഴാണ് അവനും ഫോൺ എടുത്ത് ഇവളുടെ കൊടുത്തിട്ട് സംസാരിക്കാൻ പറയുമ്പം ഗീജനും അവളുടെ ലവിനെ സപ്പോർട്ട് ചെയ്യും. നീയൊന്നും വിഷമിക്കണ്ട, എന്റെ ചേച്ചിയും സുൻഹയും കൂടെ പണ്ട് തൊട്ടേ കട്ട ഫ്രണ്ട്സാ, അല്ലാതെ അവർ തമ്മിലൊരു ബന്ധമില്ല. അവിടെ നിന്റെ ഇഷ്ടം ധൈര്യമായിട്ട് നീ അവനോട് കാണിക്കും. ഇന്നലെ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതിനൊക്കെ സോറി എന്നിന് അവനും കുറച്ച് ദൂരെ നിന്ന് ഇവളുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ ഇഷ്ടമില്ലെന്ന് കള്ളം പറഞ്ഞൊക്കെ എനിക്ക് അന്ന് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവനാണ് പേടിച്ചിട്ട് മറിഞ്ഞിരിക്കും. അതിനുശേഷം അവൾ അവന്റെ കൂടെ അവിടെ നിന്ന് പോകുന്ന ഇവനെ സങ്കടത്തിൽ കണ്ടോണ്ടിരിക്കും. എന്നിട്ട് അവൾ ലൈബ്രറിയൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് സുൻഹയാണ് ഇവളെയും വിളിച്ചോണ്ട് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഗീജോൻ പറഞ്ഞ കാര്യമൊക്കെ പറയും. അങ്ങനെ അതും പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനാണ് ഒരു ഫോൺ കോൾ വരും. അപ്പോഴാണ് ഗീറിനാണ് എവിടാണ്ട് ഫിറ്റ് അടിച്ച് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് ഇവനൊന്ന് വിളിച്ചോണ്ടാൻ പറയും. അതുകൊണ്ട് അവനും നമുക്കെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് അടിക്കാന്ന് പറഞ്ഞ് ഇവനിപ്പോ പോകണം എന്ന് പറയുമ്പം അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ ചെന്ന് അവൾ നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഊയിന് അവിടെ നിന്ന് കുറച്ച് വിഷമിച്ചു പോകുമ്പം സുൻഹയാണ് അവന്റെ ഷർട്ട് എടുത്തിട്ട് നല്ല തണുപ്പായതുകൊണ്ട് പനി പിടിക്കാൻ നോക്കിക്കോന്ന് അവളുടെ കൊടുക്കും. അങ്ങനെ അവൾ വേണ്ടെന്ന് പറഞ്ഞാലും ഇവളിപ്പോ ഇത് വാങ്ങിച്ചില്ല, പിന്നെ അവന് സങ്കടാന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഗീജോനാണ് അവൻ ഇവിടെ നിന്ന് പോകാതെ ഊയും വരുന്നവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവള് വീട്ടിലേക്ക് പോകുമ്പം ഇവന് സേഫ് ആയിട്ട് അവള് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പുറത്തിന് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കുറെ സമയത്തിന് ശേഷം അവളാണ് ഇവനും കൂടെ വിളിച്ചിരുത്തി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇത്രയും ദൂരം പറയുന്നിട്ടും ഇവളെന്താ സൈലന്റ് ആയിട്ട് ഒന്ന് പറയാൻ നിന്നേം ചോദിക്കും. കൂടാ സുൻഹയോട് ഞാൻ നിനക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് വാങ്ങിക്കാനൊക്കെ പറഞ്ഞായിരുന്നില്ല, പിന്നെ എന്തുവാ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഓ എന്തായാലും ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനത്തെ സഹായിക്കാൻ കിട്ടുന്നത്, ഇതൊരു നല്ല ഫീലാ. പക്ഷെ ഇനി നീ എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇന്നലെ നിന്നോട് ദേഷ്യപ്പെട്ടത് എന്റെ തെറ്റാ, അല്ല നിന്റെ തെറ്റൊന്നുമില്ല. കൂടാതെ എന്നെ ഞാൻ ഒരു 10ന്റെ പൈസയായിട്ടാ കാണുന്നത്, അതിന് ആർക്കും വേണ്ട എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് ഗീജന് ചിരിച്ചോണ്ട് ഇവനെല്ലാരും ആ 10 പൈസയായിട്ട് പോലും കാണത്തില്ലെന്ന് പറയും. അതിനുശേഷം അവൾക്ക് ചിരി വന്നിട്ട് ഇവന്റെ അടുത്ത് സംസാരിച്ചല്ല ഈസി ആവെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പം പെട്ടെന്ന് അവൻ അടുത്തേക്ക് വന്നിട്ട് ഇവളെ കാണാൻ ബ്യൂട്ടിഫുൾ ആന്ന് പറയും. അങ്ങനെ എന്റെ കാഴ്ചയിൽ എപ്പോഴും നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ അമ്മയാണ് സംസാരിച്ചോണ്ട് അവിടെ വന്നോണ്ടിരിക്കും. അതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ച് എന്റെ അമ്മ കണ്ട സീനെന്ന് പറഞ്ഞ് അവളവിടെ പതുങ്ങിയിരിക്കുമ്പം ഇവന് ഞാനിപ്പോ എന്താണെന്ന് പറഞ്ഞ് അവന് ടെൻഷനായിട്ടിരിക്കും. അപ്പോഴാണ് അവളും വന്ന് ഇവിടെ പതുങ്ങിയിടാന്ന് പറഞ്ഞ് ഇവനും കൂടെ പിടിച്ചെടുത്തും. അപ്പോഴാണ് അറിയാതെ അവന്റെ നെഞ്ചത്ത് ഇവൾ കൈവയ്ക്കുമ്പം അവന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ സ്പീഡ് ഇടിച്ചോണ്ടിരിക്കുന്ന അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവള് ഷോക്കായിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന പറഞ്ഞ് അവളവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ഇവനാണ് ഇവളുടെ കൈ പിടിച്ച് നിർത്തിയിട്ട് ഹുയുൻ സത്യത്തിൽ എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായ, നീ സുൻഹയല്ല സ്നേഹിക്കേണ്ട, നീ സ്നേഹിക്കേണ്ടത് എന്നെയാ എന്നതിന് അവന്റെ പ്രൊപ്പോസല് വെറൈറ്റി ആയിട്ട് പറഞ്ഞു തീർക്കും. അതുകൊണ്ട് അത് കേട്ട് അവള് മൊത്തം ഞെട്ടിപ്പോകും. ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ഇടാൻ മറക്കണ്ട. അങ്ങനെ ലൈക്ക് ഇട്ട് എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് കാണാം.